കർത്താവ് നമ്മളെ തൊടണമെങ്കിലും നമ്മൾ കർത്താവിനെ തൊടണമെങ്കിലും ഈശോയ്ക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നണം. അതൊരു വിഷയബന്ധിയായിട്ടല്ല നമ്മൾ ഇപ്പം ആദ്യ കാലങ്ങളൊക്കെ നമുക്ക് വിഷയബന്ധിയായിട്ട് ജീവിക്കാം. നമ്മുടെ എന്തെങ്കിലും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം വിഷയബന്ധിയാണ്. പക്ഷേ നമ്മൾ 10-50 വയസ്സാകുമ്പോഴും വിഷയബന്ധിയായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അങ്ങ് ഒരാളായിട്ട് കരുതത്തില്ല. നമ്മളുടെ വിഷയങ്ങൾക്ക് ദൈവം വില കൊടുക്കത്തുമില്ല. അതുകൊണ്ട് ഈ പടിപടിയായിട്ട് നമ്മൾ അതൊരു ഈ ഉടമ്പടിക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഉടമ്പടി നമ്മളെ കൊണ്ട് ഒത്തിരി ഹോംവർക്ക് ചെയ്യിക്കും. നമ്മൾ ഉടമ്പടിയുടെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൻ്റെ കൂടെ നിന്ന് കൊടുക്കാനുള്ള ദൈവസ്നേഹം ഉണ്ടായാൽ മതി. ആ ഉടമ്പടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. അതായത് പ്രേക്ഷിത പ്രവർത്തനം, വിശ്വാസ കൈമാറ്റം, വിശ്വാസ പ്രയോഗം, വിശ്വാസ പ്രഖ്യാപന, വിശ്വാസ പ്രാർത്ഥന, ഇങ്ങനെ അതിൻ്റെ സമ്പൂർണമായിട്ടൊരു വ്യക്തി ദൈവത്തിൽ വളരാൻ പറ്റിയ, ഇങ്ങനെ ഈ കഴിഞ്ഞ 1000 കൊല്ലമായിട്ട് ഇപ്പോൾ നൊവേനയില്ലേ, നമ്മുടെ നൊവേനകളെന്ന് പറയുമ്പോൾ ആദിമകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന നൊവേനയാണ്. ശരിക്കും 9 ദിവസത്തെ പ്രാർത്ഥന. നമ്മൾ 10-ാം തിരുനാളെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് വരുന്ന ദിവസത്തിൻ്റെ 9 ദിവസമാണ് മാതാവും അപ്പോസ്തലന്മാരും കൂടി സെക്കൻഡ് ഉട്ടശാലയെ പ്രാർത്ഥിച്ചതാണ് 9 ദിവസം. അതാണ് നൊവേനയുടെ അടിസ്ഥാനം. നൊവേന ആദ്യം മുതലേ ഉള്ളതാണ്. പിന്നീട് നമുക്കൊരു 12-ാം നൂറ്റാണ്ടൊക്കെ വന്നപ്പോൾ അപ്പാരിഷൻസൊക്കെ വന്നില്ലേ, കുറേ അപ്പാരിഷൻസ് വന്ന്. ഇപ്പം കൃപാസനം ഇപ്പം നിങ്ങൾ വന്നിരിക്കണത് എന്തുകൊണ്ടാണ്? ഇതൊരു ധ്യാന കേന്ദ്രമായതുകൊണ്ടും തീർത്ഥാടന കേന്ദ്രം, ഇത് ധ്യാന കേന്ദ്രമല്ല, തീർത്ഥാടന കേന്ദ്രമല്ല, ഇത് പ്രത്യക്ഷീകരണ സന്നിധാനമാണ്. 2004 ഡിസംബർ 7-ാം തീയതി പരിശുദ്ധ അമ്മ ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഇവിടെ ആരാധന ഇതുപോലെ എഴുന്നള്ളിയിരിക്കുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് 10 കൊല്ലം ഞങ്ങൾ പ്രൈവറ്റായിട്ടാണ് പ്രാർത്ഥിച്ചത്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി. 10 കൊല്ലം 2004 കഴിഞ്ഞ് 2014 ആയപ്പോൾ വേറെ ഒരു 2011 വേറെ ഒരു പ്രത്യക്ഷീകരണം ഉണ്ടായി. ഇസ്രയേലിൽ പോയപ്പോൾ ഇസ്രയേലിലെ അമ്മയുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരു കറുത്ത കൊന്തയുമായി നടന്ന് ഞാൻ ഇസ്രയേലും മുഴുവൻ അമ്മയുടെ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥയാത്രയായി പോയി പ്രാർത്ഥിച്ച് എല്ലാ സ്ഥലങ്ങളിലും മുട്ടിയൊന്നും തന്നെയാണ് പ്രാർത്ഥിച്ചത്. 10 ദിവസം എടുത്ത് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എനിക്ക് വേറെ എൻ്റെ കൂടെ 10-30 പേരുണ്ടെങ്കിലും ഞാൻ ആരെയും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാനും വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതി പ്രാർത്ഥിക്കും. ഞാൻ സെലക്റ്റീവ് പ്രെയറായിരുന്നു. ഞാൻ ഈശോ ജ്ഞാനസ്ഥാന സ്ഥലത്ത് ചെന്ന് മുട്ടുകുത്തി വെള്ളത്തിലിറങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നെ ഈശോയുടെ കുരിശിൻ്റെ വഴികളിലെല്ലാം പോയി പാഷൻ കൊന്ത ചൊല്ലി, പീഡാനുഭവ കൊന്ത ചൊല്ലി, പിന്നെ ഈശോ അമ്മ ഉണ്ടായിരുന്ന നസ്രത്ത് വീട്ടിൽ പോയി 3 മണിക്കൂർ ഇരുന്ന് അമ്മയുടെ അടുക്കളയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്. നസ്രത്തിൽ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും നസ്രത്തിൽ പോയി. അപ്പം നസ്രത്തിലെ അമ്മയ്ക്ക് മംഗളവാർത്ത കൊടുത്ത ആ വലിയ പള്ളിയുടെ അകത്ത് നിലവറയിൽ ഒരു എത്യോപ്യക്കാരൻ ഒരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബ്രദറാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ കസ്റ്റോഡിയനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ് ഇദ്ദേഹമാണ് എൻ്റെ കസ്റ്റോഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടി. മാലാഖ ഗബ്രിയേൽ ദൂതൻ അമ്മയോട് സംസാരിച്ചു. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് അകത്താക്കി അത് നിലവറയിലാണ്. ആ ദേവാലയത്തിൻ്റെ നിലവറക്ക് വേറെ പൂട്ട് വെച്ചിരിക്കുകയാണ്. അതൊരു എത്യോപ്യക്കാരൻ്റെ കയ്യിലാണ് സഭ താക്കോൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചാണ് ചെന്നത്. നഷ്ടത്തിൽ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ അമ്മയുടെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ പോയപ്പോൾ ഈ എത്യോപ്യക്കാരൻ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് അച്ഛൻ പറഞ്ഞ് ഇത് ധ്യാനഗുരുവാണ്, യോപ്പായിലും ടെല്ലവീവിലും ധ്യാനിപ്പിക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് വന്നതാണ്. ഈ നിലവറ തുറന്ന് അച്ഛൻ അമ്മയുടെ ഒരാളാണ്, ഈ നിലവറ വന്ന് അച്ഛനെ തുറന്നു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എത്യോപ്യക്കാരൻ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തുറന്നു തന്ന് മംഗളവാർത്തയുടെ സ്ഥലം.
അപ്പോൾ ഞാൻ മംഗളവാർത്തയുടെ സ്ഥലത്തേക്ക് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഉണ്ട് അവിടെ, അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ലത്തീൻ പദമാണ്, അതായത് ഹിക്ക് വെർബും കാരും എസ്ത്, ഇവിടെയാണ് വചനം മാംസമായി. എൻ്റെ അമ്മ ഇത് വായിക്കുക എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാനവിടെ ഇങ്ങനെ ഐസ് ഉരുകിയ പോലെ അങ്ങനെ നിന്ന് മുട്ടയിൽ നിന്ന് എന്നിട്ട് വിറച്ച് ഞാൻ ഈ കല്ലിൽ തൊട്ട്. ഇവിടെയാണ് വചനം മാംസമായത്. വിശ്വാസത്തിൻ്റെ സത്യങ്ങളെ നമ്മൾക്കൊന്ന് തൊടാൻ കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മളിങ്ങോട്ട് ആവശിച്ച് പിടിക്കും. ഞാൻ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് വരണം മക്കളെ. അല്ല ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പിള്ളേർ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിട്ട് എന്നിട്ട് തന്നതിന് കൊള്ളാം, തരാത്തതിന് മോന്തം കയറ്റി അവർക്ക് കൊടുത്ത് അവർ കാനഡയിൽ പോയി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ പെയ്തും പെരുക്കിയും പിച്ചും പേയും പറഞ്ഞ് ചെവി ചെമ്പരത്തിയും വെച്ചുകൊണ്ട് ഗതി കിട്ടാ പ്രേതം പോലെ എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് നടക്കണത്. നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. ഇനിയെങ്കിലും എൻ്റെ ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ദൈവത്തെയാണ് അന്വേഷിക്കണം തോന്നിയാൽ അത് ഞാൻ 10 ദിവസങ്ങൾ ധ്യാനം നടത്തിയില്ലേ. 10 ദിവസങ്ങളിൽ അമ്മയുടെ അടുക്കളയിൽ പോയിരുന്നു. അപ്പോൾ പണ്ടത്തെ 2000 കൊല്ലം മുമ്പുള്ള അടുപ്പുണ്ട്, അമ്മ വെള്ളം കോരിയ കുഞ്ഞ് കിണറുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അരികിൽ പോയിരുന്ന് കൊന്തയില്ലുകയാണ് 1.5 മണിക്കൂർ. എല്ലാവരും ഓരോ കാഴ്ച കണ്ട് നടക്കുമ്പോൾ ഞാൻ പോകാതെ ഇവിടെ ഇരുന്ന് കൊന്തയില്ലുകയും. എന്താ കാര്യം? അമ്മ അന്നത്തെ അത്തികടയും ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഉണ്ണീശോടെ വായി വെച്ച് കൊടുത്ത സ്ഥലമാണത്. അപ്പോൾ അവിടെ ഔസേപ്പിതാവും ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ അവിടെ പോയിരുന്ന് കൊന്തയില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷയം, നമ്മുടെ ആത്മാവിൻ്റെ കൈകൾ കൊണ്ട് ദൈവത്തെ തൊടുകയാണ് വിശ്വാസത്തല്ലേ. അപ്പം നമ്മൾ പറയും നമുക്കൊന്നും വേണ്ട, ദൈവത്തെ മതിയെന്ന് പറയും. നമുക്കൊന്നും വേണ്ടെന്ന് ചെയ്തു. അപ്പം അതിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ, അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്ന ഒരു രൂപം അവിടെ 10,000 മെഴുകുതിരി കത്തിച്ച് വെച്ച് അതിൻ്റെ നടുക്ക് അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കണ ഭയങ്കരമായ ദിവ്യരൂപമാണത്. നമ്മൾ കണ്ടെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കും. അവിടെ നമ്മൾ ഉടലോടെ എടുക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഈജിപ്തിലോട്ട് പോയി. രാത്രിയായപ്പോൾ ഒരു 3 മണി, ഞാൻ കെയ്റോ ഹോട്ടലിൽ ഉറങ്ങുകയാണ്. 3 മണിയായപ്പോൾ ഈ അമ്മ തന്നെ ഒരു 3-4 പേരുടെ അകമ്പടി കൊണ്ട് രാജകീയമായിട്ട് ഇങ്ങോട്ട് വരണ കാണാം. വന്ന വരവേ അപ്പോൾ എനിക്കെൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്. ഇതില്ല 3 മണിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 5 മണി പരുവാണ്. പരവരാ വെളുപ്പം എന്ന് നമ്മൾ പറയണ പോലെ ടൈമാണ്. നമുക്ക് ആളെ കാണാം. അപ്പോൾ ഇങ്ങനെ ഈ രാജകീയമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ അമ്മ അടുത്ത് വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ആത്മാവ് പറയുന്നുണ്ട്, ഇപ്പോൾ നിൻ്റെ വായിൽ അമ്മ വിരലുകൾ താഴ്ത്തുവെന്ന്. അപ്പോൾ അതിൻ്റെ മനസ്സിൽ പറയണ്ട, അമ്മ വിരൽ താത്തണമെമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് അറിവ് തരുന്നുണ്ട്, ഇപ്പോൾ അമ്മയുടെ 4 വിരലുകൾ നിൻ്റെ വായിൽ താഴ്ത്തും. അതുപോലെ തന്നെ അമ്മ 4 വിരൽ കൊണ്ടുവന്നിട്ട് വായിൽ താഴ്ത്തുകയും ഞാനിങ്ങനെ കയറി പിടിക്കുകയും ചെയ്യും. നല്ല പഞ്ഞിപ്പോട് കൂടിയുള്ള ഒരു ചെറിയ ഒരു കുളിർമയാണുള്ളത്. അപ്പോഴേ അമ്മയുടെ മുഖത്തോട് ഞാൻ നോക്കുമ്പോൾ അപ്പോഴമ്മയുടെ കണ്ണിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത് 2 മനുഷ്യർ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. അത്രയും ഞാൻ അറിഞ്ഞില്ല. ആ സമയത്ത് ഞാൻ ഈ കിടക്കുന്ന മനുഷ്യൻ നോക്കുമ്പോൾ ആരാണ്, ഒരാൾ എനിക്ക് അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു പരിചയമുണ്ട് നമുക്ക് ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റണില്ല. പരിചയമുണ്ട്, ഈ ഫിഗർ അറിയാം നമുക്ക്. പക്ഷെ ഒരു ഫിഗർ വലതുവശത്ത് കിടക്കുന്ന ഫിഗർ ജോൺ മരിയ വിയാനിയാണ്. അത് കട്ടൻ്റെ ഫിഗറാണ്. മറ്റേ ഫിഗർ വ്യക്തമല്ല, പക്ഷെ പരിചയമുണ്ട്. ഓർമ്മയിൽ നിന്ന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ കൈ വായിന്ന് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഒരു ബോധം വേറെ രീതിയിൽ മറിഞ്ഞു പോയിട്ട് ഞാൻ ശ്വാസം എടുത്തും അടക്കിയും പിടിച്ചും എനിക്ക് വല്ലാത്ത പരിഭ്രമമായിട്ട് ഞാൻ ചാടി പുറത്ത് വീണു. അപ്പോൾ ഒരു 3 മണിയാണെങ്കിൽ 5 മണിയുടെ ഒരു വെളുപ്പാനുള്ളത്. ആ ഇരുണ്ട വെളുപ്പിലൂടെ ഞാൻ ഭ്രാന്തി പിടിച്ച പോലെ ഓടി കിഴക്കോട്ടാണ് ഓടണമെന്നൊക്കെ അറിയാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു സമുദ്രം പോലൊരു സംഭവമാണ്. അത് നൈൽ നദിയോ എന്തോ കടലോ ആണ്. അപ്പോൾ എനിക്ക് അപ്പോഴുണ്ടായിരുന്ന ഒരു ത്രസിപ്പിൽ ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി.
കാര്യം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഉന്മാദമായിപ്പോയി. നമുക്കൊരിക്കലും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് അത്രയും ഇമോഷണലായിട്ട് ഞാൻ അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. ഈജിപ്തിൽ വെച്ച് ഞാൻ വല്ലാതെ അങ്ങ് ഇമോഷണലായിട്ട് ഡിസ്റ്റർബ്ഡായിപ്പോയി. കാര്യം ഒരു എന്താണ് വെള്ളത്തിലൂടെ ഞാൻ ചാടി, ഞാൻ നടന്ന് അപ്പോഴിങ്ങനെ കടലിങ്ങനെ പൊന്തിക്കിടക്കുകയാണ്. ഞാനൊരു തുടയപ്പം വെള്ളമായപ്പോൾ തന്നെ ഞാൻ ഓർത്ത് പേടിച്ചു പോയി. വിജയകുമാർ എൻ്റെ മുറി കിടപ്പുണ്ട്, അടുത്ത മുറിയിലാണ് കിടക്കേണ്ടത്. അയാൾക്ക് അറിയത്തില്ല ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്ന കാര്യം. ഇപ്പോൾ വല്ല ചൊറകോ ചിമിങ്ങലോ വല്ല ഞൊട്ടിയാ എന്ന് വിചാരിച്ചാൽ പിടിക്കിടവില്ല, പിന്നെ പിടികിട്ടത്തുമില്ല. അവർക്ക് എനിക്ക് സംഭവിച്ചെന്ന് പോലും അറിയാൻ പാടില്ല വരും. അപ്പോൾ ഞാൻ കൊണ്ട് പേടിച്ച് ഞാൻ ചാടിക്കരക്ക് വീണ് അവിടെ കിടന്ന് അണച്ച് പിന്നെ ഒരു കണക്കിന് വെച്ച് എൻ്റെ മുറിയിലോട്ട് വന്ന് പിന്നെ എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റിയില്ല. 8 മണിയായപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വിജയകുമാർ പറഞ്ഞ് ഇന്നലെ രാത്രി അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. പുള്ളിക്ക് ഇങ്ങനെ സങ്കടമായി. കാര്യം എൻ്റെ ഒപ്പം പ്രാർത്ഥിച്ച ആളാണ്, പുള്ളിക്ക് അമ്മ കണ്ടില്ല, അതുകൊണ്ട് പുള്ളിയുള്ള ഒരു സങ്കടത്തിൽ. പക്ഷെ എനിക്ക് വേറൊരു സംഭവം അറിയാമായിരുന്നു. ആ വായി കൈയിട്ടതിന് എന്തോ ഒരു എന്തോ ഒരു മെസ്സേജ് ഉണ്ടെന്നറിയാമായിരുന്നു. അപ്പം ഞാൻ അമ്പലപ്പുഴ പള്ളി ഇരിക്കണേ. ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഞാനതിൻ്റെ മേട ക്ലോസ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ കൊന്തയില്ലേ. കൊന്തയിടും ഞാൻ എന്താണ് അമ്മേ രാത്രി സംഭവിച്ചത്, വായിൽ എന്താ കയറ്റൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ബൈബിൾ ഓപ്പൺ ചെയ്ത്. അപ്പോഴാണ് അവരുടെ പ്രസംഗങ്ങളെ അവൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട്. ഇപ്പോൾ ഇന്നീ കാണുന്ന അടയാളങ്ങളെല്ലാം എന്താ സംഭവം, അന്ന് നടന്ന 2011 നടന്ന സംഭവമാണ്. അപ്പോൾ ഈ പ്രസംഗങ്ങളെ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഈ കൃപാസനം ഇങ്ങനെ മാറാൻ തുടങ്ങിയത്. വല്ലാത്ത രീതിയിൽ മാറാൻ തുടങ്ങിയ അടയാളങ്ങളോടുകൂടി തന്നെ ആൾക്കാർക്ക് ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ഇടമായിട്ടിത് മാറി. അത് അങ്ങനെ മാറിയതല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ട്രാൻസ്ഫറായി ആ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫറായി. ആ ട്രാൻസ്ഫറായ പള്ളിയിലേക്ക് ഞാൻ വന്ന് സക്രാരി ചാർജ് എടുക്കാൻ വേണ്ടി സക്രാരി തുറന്ന് സക്രാരി പൂട്ടി. അപ്പോൾ കപ്പേര് പറയും ഇനി മധ്യസ്ഥ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാൻ മധ്യസ്ഥൻ്റെ പ്രാർത്ഥിക്കാൻ രൂപക്കൂട്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഈജിപ്തിൽ വെച്ച് എൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങിയ ആളാണ്, അതേ രൂപമാണ് ഈ രൂപക്കൂട്ടി ഇരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിശ്വാസത്തെ ജീവിക്കുകയല്ല. ഇനിയും നിങ്ങൾക്ക് നേരം വെളുക്കണം. കാര്യം ഓരോ മതക്കാരും ഓരോ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി വിശ്വാസമല്ല, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ചില പരിചരണങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇത്രയും ടാഞ്ചിബിളായിട്ടുള്ളത്, അതാണ് ദൈവം ഇങ്ങനെ ഇത്രയും തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഏത് ജനതയുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ. വെടപ്പാട് ചോദിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന. നിയമാവർത്തനം 4:7. നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അത്രയും ദൈവം ടാഞ്ചിബിളായിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാകണമെന്ന് പറയണത് ആകണത് പറ്റും. പക്ഷേ അങ്ങനെയല്ല, അത് ആ അനുഭവം നമ്മുടെ അവകാശമായിട്ട് അത് അനുഭവേദ്യമാകണം നമ്മൾക്ക്. അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് അത് ചോദിച്ചു കിട്ടിയില്ല, 2 ആഴ്ച പള്ളിയിൽ പോയി, 4 ആഴ്ച പോയില്ല, 2 ആഴ്ച കുടുംബപ്രാർത്ഥന പങ്കെടുത്ത്, 3 ആഴ്ച പങ്കെടുത്തില്ല, ഇങ്ങനെ പോലെ അലവലാതി വിശ്വാസികളായിട്ട് ഒരു കഥയുമില്ല. ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാര്യം കൈയിരിക്കുന്ന അലവലാതിത്തരം കൊണ്ടാണ്. അതായത് ഈ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലെ ഈ ബെഞ്ചമിൻ എന്നും പറഞ്ഞു ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ബെഞ്ചമിൻ അയാളിങ്ങനെ മുടിയെല്ലാം വളർത്തി, ആരും വെട്ടിക്കൊടുക്കാനില്ലായിരുന്നു.
അയാൾ ഞങ്ങളുടെ വഴികളിൽ കൂടി പോകുന്നത് കാണുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കും. അയാളിങ്ങനെ ആടി ആടി 2 ചെവിട് മുമ്പോട്ട് വെക്കും. എന്നിട്ട് ഈ ബെഞ്ചും ഭ്രാന്തൻ പിന്നെ ആടി ആടി 4 ചെവിട് പുറകോട്ട് വെക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ബെഞ്ചും ഭ്രാന്തനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും ആധ്യാത്മികത ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ നടപ്പ് പോലെ 2 ആഴ്ച മുമ്പോട്ട് വെക്കും, 4 ആഴ്ച പുറകോട്ട് വെക്കും. അതാണ് വിഷയം. ഒരു മൂച്ചിന് പള്ളിയിലൊക്കെ പോകും, കുമ്പസാരമൊക്കെ ആയിട്ട് നടക്കും. ഒരു മൂച്ചിന് പിന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ലോകത്തിൻ്റെ വഴികളിലൂടെ റീൽസും കടങ്ങനെ ഇരിക്കും. അതാ കുളിർ പ്രാർത്ഥന പോലും ചെല്ലത്തില്ല, ആ റീൽസും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുഴപ്പം. ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദൈവം ഈ റിജക്റ്റ് ചെയ്യും, റിജക്ഷൻ പോയിൻ്റ് വരും. ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് റിജക്ഷൻ. അതായത് ദൈവം ഇങ്ങനെ പമ്മി പതുങ്ങിയൊക്കെ ഒന്ന് കൂടെ നടന്നു വെച്ചാൽ പെട്ടെന്നൊരു കാലത്ത് അവൻ ദേവാലയം വിട്ടുപോയെന്നല്ലേ പറയണത്. അതുകൊണ്ട് നമ്മളെ വിട്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല, വിട്ടുപോകും. കാര്യം നമ്മുടെ ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ രീതിയിലുള്ള ആധ്യാത്മികതയാണല്ലോ. 2 ആഴ്ച മുമ്പോട്ടും 4 ആഴ്ച പുറകോട്ടുമായിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ പ്രാന്തിന് കൂടെ ദൈവം നടക്കത്തില്ല. പ്രാന്തിൻ്റെ വഴിക്കൂട്ട് വെച്ചും ദൈവം വിട്ടുപോയി കളയും. അതെപ്പോഴും നമ്മൾ വളരെ അപകടകരമായൊരു സ്ഥലമാണത്. പക്ഷെ നമ്മൾ ഒന്നിനൊന്ന് ഓരോ ദിവസവും അടിക്കടി ഇത്തിരി കഷ്ടപ്പെട്ടാലും കർത്താവുമായിട്ട് ജീവിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഉടമ്പടിയാണ്. കാര്യം എന്താ, ഉടമ്പടിയിൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ 1000 കൊല്ലം ഇല്ലാത്ത ഉരുത്തിരിഞ്ഞ് വന്ന 1000 കൊല്ലത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നത് എന്താണ്? 12-ാം നൂറ്റാണ്ടിൽ ജപമാല വെളിപ്പെടുത്തിയെങ്കിലും 16-ാം നൂറ്റാണ്ട് തൊട്ടാണ് ജപമാല വളർന്ന് പ്രചരിച്ചത്. പക്ഷേ ജപമാല ആയാലും അതിൻ്റെ അകത്തുള്ളത് എന്താണ്? റിസൈറ്റിംഗ് ആണ്, പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് ലഭ്യമാകുന്ന കുർബാന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. പക്ഷേ ബേസിക്കായിട്ട് പ്രാർത്ഥനയാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു കൊന്തോ ചൊല്ലി കുടുംബ പ്രാർത്ഥനയിലിട്ട് കാര്യമില്ല. മധ്യസ്ഥ പ്രാർത്ഥനയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെല്ലണ പോലെ 1000 മണിയുടെ ജപമാല ചൊല്ലി, കൃപാസനത്തെ പണ്ട് ചൊല്ലിക്കൊണ്ടിരുന്ന 1000 മണി ജപമാലയാണ്. അത് 3 ദിവസം അടുപ്പിച്ച് 1000 മണി ജപമാല ചൊല്ലും. 3 ദിവസം അടുപ്പിച്ച് രാത്രി 22 മണിക്കൂർ 1000 മണി ജപമാല മാറി മാറി ആൾക്കാർ ചൊല്ലിക്കൊണ്ടിരിക്കും. എന്തിനാണ്? ലോക സുവിശേഷവൽക്കരണത്തിന്, അല്ലാതെ മകളെ കെട്ടിക്കാനും പിള്ളേരുണ്ടാകാനും അല്ല. ലോകത്ത് വിശ്വാസം കൈമാറാൻ വേണ്ടി 1000 മണിയുടെ ജപമാല ആ കാണുന്ന അത്രയും സ്ഥലത്താണ് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് 2003 1000 മണി ജപമാലയില്ലേ, 3 ദിവസം അടുപ്പിച്ച്. അങ്ങനെ ഒരു സെക്ഷനിൽ 1 വർഷം മുഴുവനും ചൊല്ലി. 2003 മൊത്തം ചൊല്ലി. 2003 ഒക്ടോബർ 25-ാം തീയതി വരെയാണ് ചൊല്ലിയത്. 2002 ഒക്ടോബർ തൊട്ട് 2003 ഒക്ടോബർ വരെയാണ് 25-ാം തീയതി വരെ ചൊല്ലി. 1 കൊല്ലം മുഴുവൻ ചൊല്ലി. അപ്പം പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൈവം പ്രത്യക്ഷപ്പെടും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിശ്വാസം സത്യസന്ധമാണെന്ന് തോന്നിയാൽ മതി. ദൈവത്തിന് വിശ്വാസം സത്യസന്ധമാണ്, പിന്നെ ദൈവത്തിന് വേണ്ടിയാണെന്ന് തോന്നണം. അല്ല നമുക്ക് വീട് വെക്കാനും ജപ്തി മാറാനും മാത്രമാണെന്ന് തോന്നിയാൽ ദൈവം കുറച്ച് നാൾ കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയും. വിശ്വാസം സത്യസന്ധമാണ്, ദൈവത്തിന് അതാണ് കർത്താവിനെ തൊടുന്ന പരിപാടി എന്ന് പറയണത്. വിശ്വാസം സത്യസന്ധമാണെന്ന്, അത് ദൈവത്തിന് ആണ് അതിന് പ്രാധാന്യമെന്നും അല്ലാതെ വീട്ടിലെ ആനുകൂല്യങ്ങൾക്കല്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിന്നെ ടേക്കപ്പ് ചെയ്യും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിൻ്റെ എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവ് തീരുമാനമെടുക്കും. മൈന്യൂട്ട് കാര്യങ്ങളെപ്പോലും കർത്താവ് സംസാരിക്കും. ഇപ്പം ഞാൻ സമയത്ത് ഞാൻ ഓർക്കുകയും, അതായത് നമ്മൾ വിശ്വാസത്തിന് വളർച്ച അനുസരിച്ച് നമ്മൾ ദൈവാനുഭവത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് വിശ്വാസത്തിൽ വളരണത്. അപ്പോസ്തലന്മാരെ ഒരു കർത്താവ് വഞ്ചിയിൽ ഉറങ്ങിക്കിടന്നൊരു സ്ഥലമില്ലേ, അപ്പം ചില സമയത്തൊക്കെ ദൈവം ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെ കാണിക്കും. പക്ഷെ അപ്പോൾ അപ്പോസ്തലന്മാർ പറയണത് എന്താ? നീ ഗവനിക്കണില്ലേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഗവനിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉണർന്നിട്ട് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് അടങ്ങാൻ പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഈ ശാന്തത കണ്ടിട്ട് ചോദിക്കണ ചോദ്യം എന്താണ്? ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം അനുഭവങ്ങളിലൂടെയാണ് ആത്മീയത വളരണത്. കൃപാസനത്തിൽ എപ്പോഴും അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ഐഡിയൽ സെറ്റിൻ്റെ പ്രാക്ടീസ്, നമുക്കുള്ളൊരു വിശ്വാസത്തെ നമ്മൾ പ്രയോഗത്തിലേക്ക് സെറ്റ് ചെയ്യും.
അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർക്ക് അനുഭവങ്ങൾ കിട്ടുന്നത്. അപ്പോഴും ഒരു ചോദ്യം വരും, എന്താണ് ഇവൻ ആരാണ്? ഇപ്പം നമ്മളിപ്പോൾ കണ്ട സാക്ഷിയില്ലേ ഡേവിഡ് എന്തൊരു ആ കുഞ്ഞ് സംസാരിക്കണില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഡേവിഡ് ഏതാണ്ട് സ്വർഗം കുട്ടിയെ പോലെയാണ് പറയണത്. എന്താണ് ഇവൻ വയലൻ്റ് ആയിരുന്നു, നാട്ടുകാരെ ഉപദ്രവിക്കുമായിരുന്നു, ഇവന് ഓർത്തിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അസമാധാനമായിരുന്നു. ഇപ്പം ഇവൻ ശാന്തനായി, ഇവൻ സൗമ്യനായി, ഇവന് ഇപ്പം ഫുൾ ടൈം ക്ലാസ്സിലിരിക്കുകയാണ്. പണ്ട് 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോരണതാണ്. ഇന്നിപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു അവൻ്റെ ഗുഡ് ബോയ് ആയവൻ അവന് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന്. വെറും ഉടമ്പടിത്തേലും നാവെ തെച്ചതാണേ. അതാണ് ഇവൻ ആരാണ്. അപ്പം നമ്മൾ തോന്നുന്നു ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ ആ ടെക്ടെ ബെടപ്പാട് ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 8:27. മത്തായി 8:27. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അപ്പം ഇങ്ങനെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിച്ച് പോകണം. ദൈവത്തെ ഇവൻ ആരാണെന്ന് ചോദിക്കണം. എന്നിട്ട് കർത്താവിനെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരണം. ഇനി ദൈവം അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ, കർത്താവിൻ്റെ അനുഭവത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ, പിന്നീട് നമ്മൾ വളർത്തിയിട്ട് ദൈവം നമ്മളോട് ചോദിക്കും, എന്താണ് ഞാൻ ആരാണെന്നാണ് ജനങ്ങളെ പറയണത്. പിന്നെ ചോദിക്കണത് എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കണ്ട, ഓരോ ചോദ്യത്തിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളർന്ന് വരണത്. ഇപ്പം കഴിഞ്ഞ കൊല്ലം എന്തിനാണ് നിങ്ങൾ പ്രസംഗം കേൾക്കണത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രബോധനം കേൾക്കണത്? അതായത് നമ്മളുടെ വയസ്സിനൊപ്പമെങ്കിലും നമുക്ക് അറിവ് വേണം ദൈവത്തെക്കുറിച്ച്. അല്ല, പണ്ട് വേദപാഠം പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന അറിവ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥയുമില്ല. ഇപ്പം ഞാനുണ്ടല്ലോ, ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ 10 കൊല്ലമായ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ ആ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അത് ഞാൻ പണ്ടിരുന്ന പള്ളിയാണ്. അവിടെ ഞാൻ പള്ളി വെച്ചെന്നൊക്കെ പറഞ്ഞത്. ഈ പള്ളിയിലാണ് ഞാൻ ഔസേപ്പിതാവ് മധ്യസ്ഥനായിട്ട് വന്നെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ പറയണത് അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതായത് നിങ്ങൾ ദൈവത്തോട് അനുഭവങ്ങൾ ചോദിക്കണം. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ അറിയാനും ആ അറിഞ്ഞ അറിവിലെ ജീവിക്കാനും മറ്റുള്ളവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കാനും ആയിരിക്കണം. നിങ്ങളും ദൈവത്തോട് ചോദിക്കണം. കാര്യം അപ്പോൾ അന്ന് ഞാൻ പള്ളി വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ മഠവുമില്ല, ഒരു സ്ഥാപനവും ഇല്ല. മഠവുമില്ല, സ്ഥാപനവുമില്ല, സ്കൂളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉടനെ എനിക്ക് പോകാനുള്ള സമയമായി. ഒരു കൊല്ലമേ ഉള്ളൂ എനിക്ക് അവിടുന്ന് പോകാൻ. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു മഠവും വേണം, സ്ഥാപനവും ഉണ്ടാകണം. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്ത്, ഞങ്ങൾ ജപമാല ചൊല്ലി, ഒരു മാസം മുഴുവൻ ജപമാല ചൊല്ലി. CCR സിസ്റ്റർ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കോൺവെൻറ്റ് സ്ഥാപിക്കണം, അച്ഛൻ അതിനെ സഹായിക്കണം. അപ്പോൾ ഞാൻ പിന്നെ അവിടെ കൂടെ പോയി കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ അപ്പം തന്നെ കോൺവെൻറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു കൊല്ലം കൊണ്ട് സ്കൂളുമായി, ഒരു കൊല്ലം കൊണ്ട് കോൺവെൻറ്റുമായി. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ദൈവത്തെ അറിയണത് ദൈവത്തിന് വേണ്ടി കൂടിയാകണം. അല്ലാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായാൽ നമുക്ക് ദൈവം നമ്മുടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യത്തില്ല. എല്ലാ ആൾക്കാർക്കും പറ്റണ ഏറ്റവും വലിയ അബദ്ധം അതാണ്. ദൈവത്തെ അറിയണം. എന്തിനാണ് അറിയണത്? അവരെ മകളുടെ കാര്യം. ഇന്നലെ 76 വയസ്സുള്ള വല്യമ്മ എന്നെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വല്യമ്മക്ക് ഉടമ്പടി ചീട്ട് തന്ന ആളെ ഞാൻ വെടിവെച്ച് കൂടുമെന്ന് പറഞ്ഞു. ഈ 76 വയസ്സുകാരൻ എന്ത് ഉടമ്പടി ചെയ്യാനാണ്? പറ്റിപ്പാണ്. അതിന് ഇവരെന്താ പറയണത്? പേരക്കിടാങ്ങളുടെ കാര്യം. അപ്പോൾ ഞാൻ ഈ പേരക്കിടാങ്ങളുടെ തള്ളേന്തി, അവളവിടെ ഉണ്ട്, അവൾക്കൊന്നും നേരെയില്ല. ഈ വല്യമ്മ 76 വയസ്സുള്ള വല്യമ്മ 10 കൊടുക്കത്തില്ല. ഉടമ്പടിയുടെ കാര്യം ഇവിടെ വന്ന് ചീട്ടും മേടിച്ച് അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഈ കളി മുഴുവൻ കളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ 75 90 വയസ്സ് ജീവിച്ചിട്ടും കാര്യമില്ല. ദൈവത്തിന് തോന്നണം, ദൈവത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കണമെന്ന്. ദൈവത്തിന് വേണ്ടി കൂടിയാണ് ജീവിക്കണമെന്ന് തോന്നിയാൽ ദൈവം പിന്നെ നമ്മളെ വിട്ടുപോകത്തില്ല. ഇങ്ങനെ വരാൻ ഒരു സ്ഥലമാണ് ഈ കൃപാസനം എന്ന് പറയണത്. കൃപാസനത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് ആധ്യാത്മികത ഒന്നുമല്ല. ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ടാഞ്ചിബിളായിട്ടുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രേക്ഷിതരും മിഷണറിമാരായിട്ടുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണിത്. അങ്ങനെ മിഷണറിയായിട്ട് ചെയ്ത് ദൈവത്തിന് തോന്നിയാൽ ദൈവം നമ്മളെ വിട്ടുപോരത്തില്ല. കാര്യം ഞാൻ ആ പള്ളി വെച്ച് തീർന്നപ്പോൾ
1 കോടി അന്ന് എനിക്കധികം കാശായില്ല. പക്ഷേ ഇപ്പോഴൊക്കെ 3-4 കോടിയൊക്കെ രൂപത്തിന്. എനിക്ക് 1,25,00,000 രൂപയുള്ളൂ ആ പള്ളി വിൽക്കാൻ. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടാൻ പാടായിരുന്നു. കാര്യം ഞങ്ങൾക്ക് 10-75 വീട്ടുകാരേ ഉള്ളൂ, 125 വീട്ടുകാരേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് എക്സ്ക്യൂസ് ചെയ്തെടുക്കണം. ഭയങ്കര പാടായിരുന്ന വിഷയം. അപ്പം അതെങ്കിലും നടന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ കുറേ റിസർച്ചും പഠനങ്ങളൊക്കെ ഉണ്ട്. സഭയുടെ സാംസ്കാരിക കലാപേതരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻസൈക്ലോപ്പീഡിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിന് ഡോക്ടറേറ്റ് കിട്ടി മധുര യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് മധുര യൂണിവേഴ്സിറ്റി അല്ല, അതൊരു ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയാണ്, ഓണററി ഡോക്ടറേറ്റ്. അപ്പോൾ അത് മധുരയിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ മധുരയിൽ വാങ്ങിക്കാൻ പോയി. ആ ഡോക്ടറേറ്റ് അവിടെ വെച്ച് തന്നതിന് ശേഷം അപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. അതായത് ഈ പള്ളി പണി കഴിഞ്ഞതിന് ശേഷം അമ്മ പള്ളി പണിതതിനൊരു സമ്മാനം പോലെ ഈ ഡോക്ടറേറ്റ് തരണത്. അത് വാങ്ങിക്കാൻ വേണ്ടി ഹോട്ടലിൽ, മധുരയിലൊരു ഹോട്ടലിൽ വന്ന് താമസിച്ച് ഞാൻ വിജയകുമാറും തങ്കത്തിന് സണ്ണി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ നിന്ന് ജവമാല ചൊല്ലി രാത്രി. കാര്യം എങ്ങനെയൊക്കെയാണ് ഇവിടം വരെ എത്തിയത്? ഇങ്ങനെ എയർ ലിഫ്റ്റ് ചെയ്യണ പോലെയാണ് പോണതേ. അത് അമ്മ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും, ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. അല്ലെ പിന്നെ ഡോക്ടറൊക്കെ തരുക. ഞാൻ ചെയ്ത വർക്ക് നല്ലതാണ്, 17 കൊല്ലം ചെയ്തതാണ്. പക്ഷേ അത് കറക്റ്റ് പ്ലേസ്മെൻറ്റിൽ കൊണ്ടുപോയി ഡോക്ടറേറ്റ് തന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. ഇനി അടുത്ത് അമ്മയുടെ ഒരു പള്ളി ഈ നാട്ടിൽ എവിടെയാണ് ഉള്ളത്, അവിടെ പോയി അമ്മയെ കാണാതെ നമ്മൾ നാട്ടിൽ പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാർ എന്നോട് പറഞ്ഞ് വാടിപ്പെട്ടി പോയാൽ മതി, മധുരയിൽ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ വാടിപ്പെട്ടി ചെന്ന് അവിടം വരെ ജവമാല എലിയാണ് ചെല്ലണത്. പക്ഷേ വാടിപ്പെട്ടി ചെന്നപ്പോൾ ഞാൻ ഫെയിൻ്റായിപ്പോയി. ശരീരം ഉച്ച മുതൽ താഴേക്ക് തളർന്നു പോയി, കയറാൻ പറ്റിയില്ല. ഇവരെല്ലാം കയറി നേർച്ചയിട്ട് എന്നോട് പറഞ്ഞ് കയറുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ എന്നോട് പറഞ്ഞ് ഇവിടെ കയറേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. കയറാൻ പറ്റത്തില്ല. കാര്യം ഇതിനേക്കാൾ വെടിപ്പായിട്ടും വൃത്തിയായിട്ടും വെളിച്ചത്തിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ 10 കൊല്ലം മുമ്പ് പ്രത്യക്ഷപ്പെട്ടത്. നീ ഇന്ന് വരെ ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് നോക്കിയിട്ടില്ല. ആ സഭയെ പേടിച്ചെന്ന്, നാട്ടുകാരെ പേടിച്ച് നീ അത് പതുക്കി വെച്ചു. അതുകൊണ്ട് അതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് നീ കയറിയാൽ മതി. അപ്പം ഞാൻ പിന്നെ കയറിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോരുകയാണ്. അവിടെ വെച്ച് അമ്മ ഒരു പ്രാർത്ഥന തന്നു. എന്താണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് പ്രാർത്ഥന ആദ്യത്തെ. അത് 10,000 പേർക്ക് അടിച്ചു കൊടുത്ത് അമ്മയുടെ പടം വെച്ച്. അന്ന് ഈ മാതാവ് ഇല്ല, നമുക്ക് ലൂർദ് മാതാവിൻ്റെ മറ്റേ പടം വെച്ച് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ പടം വെച്ച് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനും വിജയകുമാരും കൂടി വേളാങ്കണ്ണിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. 90 കൊന്തയില്ലേ. അപ്പോഴാണ് വിജയകുമാർ പറഞ്ഞ എഗ്രിമെൻ്റ് എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞ് അങ്ങേര് ബിസിനസ് മാനാണ്, അങ്ങേർക്ക് എഗ്രിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ സാറിനോട് പുസ്തകം മേടിച്ചിട്ട് കീറി ഒരു പേപ്പർ പുള്ളിക്ക് കൊടുത്ത് ഒരു പേപ്പർ ഞാനും എടുത്ത് ഞാൻ കിഴക്കോട്ട് പോയി വേഗമാതാവിൻ്റെ മുമ്പിൽ നിന്ന് 4 കൊന്തയില്ലേ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ് ഇപ്പം അമ്മ കുറേ സംസാരിക്കും, ഇപ്പം അതിനെ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാം ഞാൻ എഴുതി വെച്ച് നിറച്ചെഴുതി വെച്ചിട്ടാണ് ഞാൻ 4 കൊന്തയും കഴിഞ്ഞ് വരുമ്പോഴുണ്ട് പുള്ളിക്കാരനെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞത് അതെല്ലാം പാപത്തിൻ്റെ ലിസ്റ്റുകളാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റുകളാണ്. തമ്മിൽ കൊണ്ടുവച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞത് അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുക. അതാണ് ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി. അതിൻ്റെ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 72 മണിക്കൂറിനുള്ളിലാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള കറക്റ്റ് ഉടമ്പടി മരിയൻ ഫോർമാറ്റ് വരണത്. നോക്കി നിങ്ങൾ ഈ സ്റ്റെപ്പായിട്ട് ഈ സംഭവിക്കുന്ന അനുഭവങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം കോർത്തിണക്കിയിട്ടാണ് ഇപ്പോൾ 20 ലക്ഷം പേരാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ലോകത്ത് വേറെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കണം. ഇപ്പം വേറൊരു മുന്നേറ്റമാണ്. നല്ല മിഷണറിമാരും നല്ല എന്തുമാത്രം ഉപവി പ്രവർത്തനങ്ങൾ ലോകം മുഴുവനും, എത്രയെത്ര ഓർഫണേജുകൾ, എത്രയെത്ര ആതുരാലയങ്ങൾ, എല്ലായിടത്തും ഈ ഉടമ്പടി എടുത്ത ആൾക്കാർ ഭക്ഷണവും കൊണ്ട് പണവും കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുകയും വെളുപ്പിന് എഴുന്നേറ്റ് കൊണ്ടുപോയി അവിടെ നഖം വെട്ടുന്നു, ഉടുപ്പലാക്കി കൊടുക്കുന്നു. ലോകം മുഴുവൻ ദിവ്യകാരുണ്യത്തിൻ്റെ കാരുണ്യപ്രവൃത്തിയുടെ ഒരു പുതിയ കാലം തുടങ്ങിയിരിക്കുക. അതെല്ലാം മരിയനാണ്. കരിസ്മാറ്റിക് വളർന്നപ്പോൾ അവർക്ക് പറ്റിയ ഒരു അബദ്ധമുണ്ട്. അവർ പ്രൊട്ടസ്റ്റൻ്റ് തിയോളജി ഫോളോ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ മറിയത്തെ അവർ സൈഡ് ലൈനാക്കി കളഞ്ഞു. അതാണ് എൻ്റെ അത് വരുന്ന വിഷയം. അമ്മയെക്കുറിച്ച് അവർ ആദ്യം പറയത്തില്ല, അവസാനം മേമ്പൊടിക്കൊരു ക്ലാസ്സൊക്കെ പറയുമെന്നല്ലാതെ അവർ പിന്നെ ഈ പ്രാർത്ഥനയിടക്ക് ഒന്ന് സൂചിപ്പിക്കുന്നല്ലാതെ മരിയൻ ബേസ് ചെയ്തിട്ട് ദൈവം ഉണ്ടാക്കിയ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അവർ സൈലൻ്റ് ആയിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് കേരള സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേര് യഥാർത്ഥ സഭ വിട്ടുപോയി ഇടയായിട്ടുണ്ട്. വേറെ ഒത്തിരി നല്ല ഒത്തിരി ഫ്രൂട്ട്സുകൾ അതിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിയിട്ടുള്ള
ഒരു അജണ്ട പ്രചരിച്ചിരിക്കുന്നതിന് സഭ സൂക്ഷിച്ചു പോയിട്ടുണ്ട് ചില സമയത്ത് ചിലയിടത്ത്. അപ്പം എന്താ വിഷയം? അതിനെല്ലാം പരിഹാരമായിട്ടാണ് മരിയൻ ഉടമ്പടി വരണത്. പുതിയ കാലത്ത് പുതിയ മിഷണറിമാരെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള വിശ്വാസ കൈമാറ്റവും സുവിശേഷ സാക്ഷീകരണവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ച് ഇന്ന് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളും ദൈവത്തെ മനസ്സിലാക്കാനും അനുഭവിക്കാനും ആഴപ്പെടാനും വേണ്ടിയുള്ള ഇതിൻ്റെ അകത്തുള്ള ഫോർമുലകൾ മനസ്സിലാക്കിയിട്ട് ആഴമുള്ള ഈടുള്ള ഒരു ക്രൈസ്തവ വ്യക്തിത്വമായി വികസിച്ചു വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന.